അധിക്ഷേപ പ്രസംഗ കേസിൽ ഉദയനിധി സ്റ്റാലിനെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിലാണ് നിലവിൽ ഉദയനിധി സ്റ്റാലിനെതിരെ ഒരു കേസ് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദയനിധിക്കെതിരെ TVKയും BJPയും അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഉദയനിധി അധിക്ഷേപകരമായി സംസാരിച്ചു എന്നതിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കാവേരി പ്രശ്നത്തിൽ നിന്ന് വഴിതിരിക്കാനുള്ള ശ്രമമാണ് ഇതെന്നൊക്കെയായിരുന്നു DMK ഇക്കാര്യത്തിൽ നൽകിയിരുന്ന വിശദീകരണവും DMK എതിർത്തിരുന്ന പ്രതിരോധവും. ഇപ്പോൾ ഉദയനിധിയുടെ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വലിയ പ്രവർത്തകരോഷം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദയനിധി പ്രവർത്തകരോട് ശാന്തമായിരിക്കുവാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും നടി തൃഷയ്ക്കെതിരായ തൃഷയെ ലക്ഷ്യം വെച്ച് ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നാണ് നിലവിൽ ഉയരുന്ന വിവാദവും ആക്ഷേപവും ഒക്കെ. അതാണ് എന്തായാലും DMK പ്രവർത്തകർ ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തതിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർത്തുന്നത്. தொடர்ந்து எதிர்கட்சி കാവേരി നദീജല തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു DMK നേതാവിൻ്റെ ഉദയനിധി സ്റ്റാലിൻ്റെ ഈ അധിക്ഷേപ പരാമർശത്തിനെതിരെ വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൻ വിമർശനമായിരുന്നു ഉയർന്നിരുന്നത്. കാവേരി നദീജല തർക്കം കൈകാര്യം ചെയ്തതിനെതിരെ ആയിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ വിമർശനം. മുഖ്യമന്ത്രി വിജയ്ക്കെതിരെയായിരുന്നു ആ വിമർശനം. അത് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കാവേരി നദിയിലെ വെള്ളത്തിനായി ഇടപെടുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങളിലാണ് ശ്രദ്ധയെന്നൊക്കെയായിരുന്നു അദ്ദേഹം അന്ന് അവിടെ പ്രസംഗിച്ചിരുന്നത്. അതിനെതിരെയാണ് അത് തൃഷയെ ലക്ഷ്യം വെച്ചുള്ള ദ്വയാർത്ഥ പരാമർശമാണ് എന്ന രീതിയിൽ വൻ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഉയർന്നത്.